വരി നോക്കി. കൂടി പോയാ മെരുവ് ചങ്ങനേട്ടന് നല്ല എരിവ് വേണം. അതിപ്പോ അച്ഛനും അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഒരു കാര്യം പറയണ്ട. പണ്ടൊക്കെ ഇവന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടല്ലേ, മുണ്ടാതിരിക്കും, ഒരു വക തിരിച്ചു പറയില്ല. ഇപ്പൊ എന്താ പറയുക തിരിച്ചിങ്ങോട്ട് പറയണത്? അതിപ്പോഴും മാറ്റൊന്നുമില്ല, പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും. അണ്ണന്റെ തോന്നലാണ്. തോന്നലൊന്നും അല്ല, നല്ല മാറ്റമുണ്ട്. ഇത്തിരി പൈസ ഉള്ള വീട്ടിൽ ജനിച്ചെങ്കിലും ഇവന് ഇത്തിരി അഹങ്കാരമില്ലായിരുന്നു. ഇപ്പം വലിയ സൂപ്പർവൈസറായി 10 പൈസ കയ്യിലൊന്ന് അഹങ്കാരമാണ്. അതെ, കാശ് വന്ന് കയറിയാലില്ലെങ്കിലും ബാലു പഴയ ബാലു തന്നെ. പഴയ ബാലു തന്നെ അറിയാം. ഡേയ്, പഴയതുപോലെ ആയാൽ നിനക്ക് കൊള്ളാം, അല്ലെങ്കിൽ ദൈവം കൊടുക്കൂല. അയ്യോ, എന്താണ് എന്നെ ഇടിച്ചു കൊല്ലോ? അല്ല അപ്പൂപ്പ, ഞാൻ അത് കേറി വന്നപ്പോ അപ്പൂ മൊത്തം ഇടംതിരിഞ്ഞ് നിൽക്കാണല്ലേ. അയാള് പറഞ്ഞിട്ട് പോയണ്ട, ദൈവം പോലും കൊടുക്കൂല, ശവിച്ചിട്ട് പോയാണ്. എന്തോ ബാലു വെറുതെ കിടന്ന്. ഇനി ബന്ധുക്കളെന്ന് പറഞ്ഞോണ്ട് ഒരറ്റടന്ന് ഞാൻ വീട്ടിൽ അടുപ്പിച്ചില്ല. നോക്കിക്കോ, ഇടിച്ചോ കൊല്ലോടാ. പറഞ്ഞിട്ട് പോയാട്ടാ, ഒറ്റണത്തിന് ഇവിടെ അടുപ്പിക്കില്ലെന്ന്. അതിന്റെ അർത്ഥത്തിന് മനസ്സിലായ എന്നെ ഇവിടെ അടുപ്പിക്കില്ലെന്ന്. അണ്ണോ എന്തോണാ അണ്ണൻ ബാലുവിനേക്കാൾ കഷ്ടമാണല്ലോ ഇപ്പോ. അവന്റെ കാര്യം കഷ്ടം തന്നെ. ഇനി മേലെ എവിടുന്നും നടക്കും, ഞാൻ വരില്ല. ശങ്കരനെ പണത്തിനേ കുറവുള്ളൂ, ആട്ടത്തിന് ഒരു കുറവുമില്ല. എന്തായാലും ഞാൻ നേരെ നെയ്യാറ്റിൻകര തമ്പി അണ്ണനെയും കണ്ട് ചേച്ചിയെയും കണ്ട് ഈ കാര്യം കംപ്ലീറ്റ് ഞാൻ അവളുടെ പറയും. അപ്പൊ ഇവന് മനസ്സിലാവും ഞാൻ ആരാണെന്ന്. നിങ്ങളെ പറഞ്ഞു കൊടുക്കോ? പറഞ്ഞു കൊടുക്കും. എങ്ങനെ പറഞ്ഞു കൊടു. നേരെ ഞാൻ ആരിനാട് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഞാൻ തങ്ക ചേച്ചിയുടെ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ. ഉള്ളതും ഇല്ലാത്തതും എല്ലാ കഥയും പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ഇപ്പൊ ഫുൾ ടൈം വെള്ളമാണ് ഞാൻ കൊടുക്കും. നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഇവന് ഇതൊരു ജൈവമാണ്. തങ്കത്തിന് പറ്റാണ് പിന്നെ മുതലെടുപ്പ്. നിങ്ങളെവിടെ പോ, നിങ്ങളെവിടെ പോ, പോവും. നീ ആര്യനാട് വാടാ. അവിടെ എന്റെ ഷോ കാണാൻ ആരുമില്ല. പണ്ടത്തെ ആര്യനാടൊന്നും അല്ല കേട്ടാ. നീ അവിടെ ഷോ കാണിച്ചിട്ടുണ്ടല്ലേ, പിള്ളേർക്ക് എടുത്ത് കോണം കൊടുക്കും. കോണം പഴയ ആര്യനാട് അല്ലെങ്കിൽ വേണ്ട, പുതിയ ആര്യനാട് ആയിക്കോട്ടെ. പക്ഷെ ബാലു പഴയ ബാലു തന്നെ. പഴയ ബാലു തന്നെ. അപ്പൊ അറിയാം, ബാലു സ്വകാര്യമല്ല. ഞങ്ങൾ വരും. അല്ല ചെയ്യടോ, നമ്മൾ വേറെ എവിടെ കേട്ടു. ഇവിടെ ചോറളമ്പ് വേണമെന്നുള്ളവരെ കഴിച്ചിട്ട് പോട്ട്. അവന്റെ നടല് ഒരു പിടി ചോറ് തിന്നാൻ വന്നവനല്ല ഞാൻ. അത് നീ പറഞ്ഞ് മനസ്സിലാക്ക്. അമ്മോ, ഇതെന്താ കുഴപ്പമെന്നറിയാമോ? കണ്ടു നിൽക്കുന്ന നമ്മള് ഇത് കണ്ടോണ്ടും കേട്ടോണ്ടും നിൽക്കുന്നതിന്റെ അഹങ്കാരമാണ്. കാണിച്ചു കൊടുക്കാം.